ഹലോ, എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഐദുവിൻ്റെ അമ്മയും മാമ നാട്ടിൽ പോയിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. 9:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 9:50 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് കൊണ്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. ട്രാഫിക് ഉണ്ടെങ്കിൽ അതിലും ലേറ്റ് ആവും. പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമീനെ വിളിക്കുന്നുണ്ടായിരുന്നു അവൻ എത്തിയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ലാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി കേട്ടോ. എന്നാലും അവൻ ഇനി വെയിറ്റ് ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ പാർക്ക് ചെയ്യണം എന്നല്ലോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങോട്ട് അറൈവലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണല്ലോ. അപ്പം ഞാൻ അവനെ ഒന്നും കൂടെ വിളിച്ചു. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ എടുത്തിട്ട് പറഞ്ഞു ജസ്റ്റ് ഇപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, ഇനി പുറത്തിറങ്ങാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദേ ആയുധൂസിന് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നിടം മുതൽ നല്ല ടെമ്പറേച്ചർ കേട്ടോ, പനി പിടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആകെ ഒരു മൂഡ് ഓഫിലാണ് കേട്ടോ. അങ്ങനെ ഇക്കതേ അവനെ എടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളൊരു 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കുറേ നേരം ഞാൻ ഇടയ്ക്ക് അമ്മീനെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ആയതുകൊണ്ട് ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരുന്നു. അപ്പോൾ അത് കാരണം ഒരു ടെൻഷൻ, അവന് മരുന്ന് കൊടുക്കണമല്ലോ എന്ന്. പക്ഷേ അമ്മയും അമ്മ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആയത് നല്ല ക്ഷമയോടെ കാത്തിരുന്നു കേട്ടോ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ അമ്മയും പുറത്തിറങ്ങിയത്. അമീനെ കണ്ടതും ഐദൂന് സന്തോഷമായിട്ടോ. അപ്പം അമ്മീമാമ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും ഐദും കൂടെ അമീൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്തതിൻ്റെ പേ ചെയ്യാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അമീൻ ഐദൂനെ എടുത്തിട്ടുണ്ടേ പറയുന്നുണ്ടായിരുന്നേ അവന് നല്ല ചൂടുണ്ടല്ലോടെ പനിയാണെന്നൊക്കെ. അപ്പം അതേ അമീനെ കണ്ടത് പിന്നെ അമീൻ്റെ തോളിക്കയറി പറ്റിയിരിക്കുകയാണ് കേട്ടോ ഐദൂസ്. അങ്ങനെ പിന്നെ ഇക്കതേ കാറ് പാർക്ക് ചെയ്തതിൻ്റെ പേ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല കേട്ടോ. വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ച് വേറെ എവിടെയും നമ്മൾ കയറിയില്ല കേട്ടോ. കാരണം ഐദുവിന് തീരെ വയ്യ, നല്ല ചൂടൊക്കെ കൂടിയിട്ട് അവന് മരുന്ന് കൊടുക്കണമല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ പിന്നെ ലഗേജൊക്കെ എടുത്ത് കാറിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നത് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ ഐദുവിന് വയ്യാത്ത കാരണം ഞങ്ങൾ അതിനൊന്നും നിന്നില്ല കേട്ടോ. നേരെ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അമീനെ കണ്ടപ്പോഴത്തേക്ക് നല്ല സന്തോഷമായി. പക്ഷേ ആൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു കേട്ടോ. ഇത്രയും ദിവസം ഐദു എന്നാണ് അമ്മീമ്മ വരുന്നത് എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് അമ്മീ വരുന്ന ദിവസമായപ്പോൾ തന്നെ ഐദുവിന് പനി പിടിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിൽ വന്നത് ഈ മരുന്നൊക്കെ കൊടുത്ത് ഇത് കുറച്ചൊന്ന് ആക്റ്റീവ് ആയതിനു ശേഷം ഞങ്ങൾ നാട്ടിൽ വന്ന് പെട്ടി പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വന്ന പെട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രവാസികൾക്കൊരു ആവേശമാണ് അല്ലേ. ഇവിടെ നമുക്ക് എന്ത് സാധനം കിട്ടിയാലും എത്രയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയാലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുത്തു വിടുന്ന സാധനം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന സാധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളും. അമ്മീ പോയത് മുതൽ ഈ പെട്ടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇന്ന വേണം എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാറുണ്ട്. അപ്പോൾ ഇതും എന്താ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉമ്മയും ഉപ്പയും എന്താണ് ഇവന് കൊടുത്തു വിട്ടതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യം അവൻ്റെ ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്കുള്ള ബുക്കായിരുന്നു കേട്ടോ. പിന്നെ നല്ല ചിപ്സ് ഉണ്ടായിരുന്നു, നമ്മുടെ എണ്ണയിൽ വറുത്തിട്ടുള്ള വെളിച്ചെണ്ണ. എണ്ണയിലല്ല, എല്ലാ ചിപ്സും എണ്ണയിലല്ലേ വറുക്കുന്നത്, വെളിച്ചെണ്ണയിൽ വറുത്ത കേട്ടോ. പിന്നെ അതേ ബീഫായിരുന്നു മെയിൻ ഹൈലൈറ്റ്. അമീൻ പോയ അന്ന് മുതൽ പറയുന്നതാണ് കേട്ടോ, ബീഫ് വേണമെന്ന്. അങ്ങനെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് കേട്ടോ. അണ്ടിപ്പരിപ്പ് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അമീൻ്റെ ഓഫീസിലും അവൻ വർക്ക് ചെയ്യുന്ന പാലസിലും ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അവിടത്തേക്കുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അണ്ടിപ്പരിപ്പ് നല്ല സുലഭമായിട്ട് കിട്ടുമല്ലോ കൊല്ലത്ത്. അപ്പോൾ അവിടുന്ന് അതുകൊണ്ട് കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പഴുത്ത ചിപ്സ് കേട്ടോ, പഴുത്ത പഴം കൊണ്ട് ഉണ്ടാക്കിയ ചിപ്സ്. പിന്നെ കപ്പലണ്ടി മിഠായി, പിന്നെ എള്ളു മിഠായി, ഇതൊക്കെയായിരുന്നു കേട്ടോ ഈ പാക്കറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു. ഇത് ആദ്യം തന്നെ അത് എടുത്തു കേട്ടോ. ഇത് മറ്റേ ആവണക്കെണ്ണയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ശബ്ദത്തിന് കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. ഒരു പനിയായിട്ട് ആകെ മാറിയിരിക്കുകയാണ്. ഐദുവിൻ്റെ പനി ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പച്ച ഏത്തപ്പഴമാണ് കേട്ടോ. വാപ്പാടത്ത് ഞാൻ പറഞ്ഞതാണ് ഏത്തപ്പഴം ഞാൻ എന്നും വാങ്ങുന്നതാണ് വേണ്ടാന്ന്. പക്ഷെ എന്നാലും വാപ്പ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ സാധനം ചക്ക വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചക്ക പൊളിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചുള മാത്രമായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് പച്ച ചക്കയാണ്, നമുക്ക് കറി വയ്ക്കാനും അവിയൽ വയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ടും മനസ്സിലാവും. അത് എന്താണ് സംഭവം. ഞാൻ വിചാരിച്ചൊരു 3 ചെറിയ ബോട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നിയത്. എത്ര നോക്കിയിട്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ആയതുകൊണ്ട്. പക്ഷേ ഇത് കപ്പയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിന് ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം ചീനി ആയിരുന്നു, എനിക്കത് മനസ്സിലായില്ല. പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്.
പിന്നെ ദേ അടുത്ത വേറൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതും എന്താണെന്ന് മനസ്സിലായില്ല, പിന്നെ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇത് നമ്മളെ ചായക്കടയിലൊക്കെ പൊരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ, വെട്ട് കേക്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ വെട്ട് കേക്കാണ്, നല്ല മൊരിഞ്ഞ വെട്ട് കേക്കായിരുന്നേ, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ അതാണ് കേട്ടോ കൊണ്ടുവന്നത്. ഈ വെട്ട് കേക്ക് പിന്നെ കുറച്ചധികം ദിവസമൊക്കെ പുറത്തിരുന്നാലും കേടാവത്തില്ല കേട്ടോ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ദേ അലുവയും ഇതേപോലെ തന്നെ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാന്താരി അലുവ ഉണ്ടായിരുന്നു, പിന്നെ ഗോതമ്പിൻ്റെതുണ്ടായിരുന്നു, അരിയുടേതുണ്ടായിരുന്നു, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ അധികം അലുവയുണ്ടായിരുന്നു. പിന്നെ ദേ ഇത് അച്ചാറുകളാണ് കേട്ടോ. മാങ്ങ അച്ചാർ, മീൻ അച്ചാർ, നമ്മുടെ ചൂരമീൻ്റെ അച്ചാർ, പിന്നെ മുന്തിരി അച്ചാർ. മുന്തിരിങ്ങ നിങ്ങൾ ആരെങ്കിലും അച്ചാറിടുമോ? പച്ച മുന്തിരി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ അച്ചാറിടും, അങ്ങനെ മുന്തിരി അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ വീണ്ടും അലുവ കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ അലുവ ഉണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം അലുവ ഉണ്ടായിരുന്നു. പിന്നെ ദേ ഈ പൊതിക്കകത്ത് മാങ്ങയായിരുന്നു കേട്ടോ. ഈ മാങ്ങ സീസൺ തുടങ്ങിയത് മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരാനുണ്ടായിരുന്നെങ്കിൽ കുറച്ച് മാങ്ങ കൊടുത്തുവിടാൻ പറയായിരുന്നു. കാരണം ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. ഇവിടെ മാങ്ങ കിട്ടുമെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും വെറൈറ്റി മാങ്ങയൊന്നും കിട്ടാറില്ല. ചിലതിനൊക്കെ വാങ്ങുമ്പോൾ മധുരവും കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും വാങ്ങും. പക്ഷെ നല്ല മാങ്ങ കിട്ടാത്തവരെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആരെങ്കിലും വന്നിരുന്നെങ്കിൽ കുറച്ച് മാങ്ങ കൊടുത്തുവിടാൻ പറയായിരുന്നു. അങ്ങനെ പിന്നെ പറഞ്ഞ് അവസാനം അമീൻ തന്നെ പോവേണ്ടി വന്നു കേട്ടോ ഞങ്ങൾക്ക് മാങ്ങ കൊടുത്തുവിടാൻ. ഇത് നീലം മാങ്ങയായിരുന്നേ, അടിപൊളി മധുരം എന്ന് വെച്ചാൽ അടിപൊളി മധുരം കേട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം മുതൽ ഓരോന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മധുരമുണ്ട്. പിന്നെ അതേ ചക്കക്കുരു ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ട ചക്കയുടെ കുരു വേറൊരു പാക്കറ്റിലായി കൊടുത്തു വിട്ടിട്ടുണ്ട്, ചക്കയുടെ കൂടെ കറി വയ്ക്കാനും പിന്നെ അതേ അവിയൽ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ ഇത് വീണ്ടും അലുവയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഈ പെട്ടിയിലുണ്ടായിരുന്നത്. പിന്നെ അവൻ്റെ ഹാൻഡ് ബാഗിലും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കൊടുക്കാനുള്ളതാണ്, എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഉണ്ടായിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയിൽ നിന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പാക്കറ്റ് നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് എത്ര നോക്കിയിട്ട് മനസ്സിലായില്ല എന്ന്. അതിതാണ് കേട്ടോ, അതാണ്ടേ ചീനിയായിരുന്നേ. മുറിച്ചപ്പോഴാണ് മനസ്സിലായത് ചീനിയാണെന്നുള്ളത്. ഇത് ഞാൻ അവസാന നിമിഷം പറഞ്ഞിട്ട് വാപ്പ അവസാനം പോയി മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ അധികം ഇങ്ങനത്തെ ചീനി വാങ്ങാറില്ല, ഫ്രോസൺ ആണ് വാങ്ങാറുള്ളത് കേട്ടോ. കാരണം ഇവിടെ ഞാൻ വാങ്ങിയിട്ടൊന്നും അധികം എനിക്ക് വെന്തിട്ടില്ല, പിന്നെ മുറിക്കുമ്പോഴത്തേക്കാണെങ്കിൽ അകത്ത് കേടും കാണും. അപ്പം അത് കാരണം ഞാൻ വാങ്ങാറില്ല ഇവിടുന്ന്. അപ്പോൾ 5 ദിവസം ആദ്യമായിട്ട് കാണും, എന്താണ് ഇത് ഡേർട്ടി ആണല്ലോ എന്നൊക്കെ എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ ചീനി കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. എല്ലാം ഞാൻ ഇവിടെ തന്നെ വെച്ചു, കാരണം നാളെ ഇനി എല്ലാം പാക്ക് ചെയ്യാനുള്ളതാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് അപ്പം തന്നെ എടുത്തോട്ടെ. ബീഫ് കണ്ട ശേഷം പിന്നെ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ. അപ്പം തന്നെ നമ്മൾ ബീഫ് എടുത്ത് നല്ല മൊരിച്ച് സവാളയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് നല്ല അടിപൊളി ബീഫായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞുമ്മമാരുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പൊറോട്ട വാങ്ങിയിട്ട് വന്നതാണ്. പൊറോട്ട ഒരു വികാരമാണല്ലോ നമുക്ക്, ഈ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത്. അപ്പോൾ പൊറോട്ട ഇല്ലാതെ എങ്ങനെ ബീഫ് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് പൊറോട്ടയും കൂടെ വാങ്ങിയിട്ട് വന്നായിരുന്നു. അങ്ങനെ പൊറോട്ടയും ബീഫും കൂടെയാണ് കേട്ടോ നമ്മൾ രാത്രി കഴിച്ചത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫില്ലിങ്ങും ആയിരുന്നു കേട്ടോ. പിന്നെ കുറേ ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും കുറേ ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയതൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.